എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ഇപ്പൊ നമ്മുടെ ഹീറോ അവൻ കണ്ണു തുറന്ന് നോക്കും. അവന് ചുറ്റും ഒരുപാട് പേര്. അവൻ ചോദിക്കും, എന്റെ അനുജത്തി നെസുക്കോ അവൾ എവിടെ, അവക്ക് എന്താ പറ്റിയേ? അത് കേട്ട് അതിലൊരാൾ പറയും, ഓ ഇവനാണപ്പോ ആ ഒരു ഡീമണുമായിട്ട് എല്ലാ സ്ഥലങ്ങളിലേക്കും പോകുന്ന ഡീമൺ സ്ലെയർ അല്ലേ. ഇങ്ങനെയുള്ളവനെ വെച്ചോണ്ടിരിക്കാൻ പാടില്ല. ഡീമൺ സ്ലെയേഴ്സിന് തന്നെ ഇവൻ ശരിക്കും വലിയൊരു അപമാനമാണ്. ഒരു കാരണവശാലും ഇവന് ഒരു ഡീമൺ സ്ലെയർ ആവാനുള്ള യോഗ്യതയില്ല. ടാഞ്ചറോയ്ക്കാണെങ്കിൽ അത് കേട്ട് ഒരുപാട് ദേഷ്യം വരും. അവൻ അവരോട് കയർത്ത് സംസാരിക്കാനായിട്ട് തുടങ്ങുകയാണ്. അതിനൊരു സർവന്റ് അവനിപ്പോ ടാഞ്ചറോട് പറയും, നീ എന്താ ഈ പറയണേ? ഇവരാരാണെന്ന് നിനക്കറിയോ? ഡീമൺ സ്ലെയർ കോർപ്പിലെ ആഷിറാസ് ആണ് ഇവര്. ഇവരുടെ മുൻപിൽ ഇതുപോലെ തർക്കുത്തരമൊന്നും പറയാൻ പാടില്ല. ഹീറോ ആണെങ്കിൽ വീണ്ടും വീണ്ടും ഞാൻ എവിടെയാ, എനിക്ക് എന്താ സംഭവിച്ചെന്ന് ചോദിച്ചുകൊണ്ടേയിരിക്കും. അതിന് ഷിനോബു അവൾ ഹീറോയോട് പറയും, നിന്നെ ഞങ്ങളാണ് ഇവിടേക്ക് കൂട്ടിക്കൊണ്ടു വന്നത്. ഇത് ഡീമൺ സ്ലെയർ കോർപ്പിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ആണ്. ഇവിടെ വെച്ച് നിന്നെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പോവാണ്. നീ ആൾക്കാരെ ഉപദ്രവിക്കുന്ന ഒരു ഡീമണുമായിട്ടാണ് കറങ്ങി നടക്കുന്നത് എന്നുള്ള ന്യൂസ് ഞങ്ങൾക്ക് കിട്ടി. സോ അതിനെക്കുറിച്ച് ചോദിച്ച് നിനക്ക് ശിക്ഷ തരാനാണ് നിന്നെ ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടേക്ക് കൂട്ടിക്കൊണ്ടു വന്നത്. സത്യം പറയ്, നീ എന്തിനാ ആ ഡീമണെ നിന്റെ കൂടെ കൊണ്ടു നടക്കുന്നേ? അത് കേട്ട് ഇപ്പൊ വേറൊരു ഹാഷിറെ അവളോട് പറയും, ഇവനെ ചോദ്യം ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇവൻ ചെയ്തത് വലിയ തെറ്റാണ്. സോ ഒന്നും ആലോചിക്കാതെ ഇവന്റെ കഴുത്ത് അത് വെട്ടിക്കളയണം. അവരത് പറയുന്നത് കേൾക്കുമ്പോൾ ഒരു ലേഡി ഹാഷിറയ്ക്ക് ഒരുപാട് വിഷമം തോന്നും. അവനൊരു ചെറിയ പയ്യനല്ലേ, പോരാത്തതിന് അവനും ഒരു ഡീമൺ സ്ലെയർ ആണ്. സോ ഇത്ര ബ്രൂട്ടലായിട്ട് അവനോട് പെരുമാറുന്നത് ശരിയല്ല. അതിനൊരു സ്റ്റോൺ ഹാഷിറയാണെങ്കിൽ കൈയൊക്കെ കൂപ്പി പ്രാർത്ഥിക്കാൻ തുടങ്ങും. ഇവൻ ചെയ്തത് വലിയ തെറ്റാണ്. സോ വലിയ വേദനയൊന്നും ഇല്ലാത്ത ഒരു മരണം ഇവന് കിട്ടട്ടെ എന്ന് ആൾ ആശ്വസിക്കും. ആളാണെങ്കിൽ ഹീറോയ്ക്ക് ആശംസിക്കും. മറ്റൊരു കുഞ്ഞൻ ഹാഷിറെ അവനാണെങ്കിൽ ഡിഫറെന്റ് ആയിട്ട് വേറെ എന്തൊക്കെയോ വട്ടുകൾ വിളിച്ചു പറയും. പക്ഷെ നമ്മുടെ ഹീറോ അവനിതൊന്നും ശ്രദ്ധിക്കാതെ ഒരേ ഒരു കാര്യം മാത്രമായിരിക്കും ചിന്തിക്കുക, അവിടെ അന്വേഷിക്കുക. അത് മറ്റാരെയോ അല്ല, അവന്റെ സിസ്റ്റർ നസുക്കോ. അവൾ എവിടെ പോയി? എങ്ങനെയെങ്കിലും അവൾ കണ്ടെത്തണം. ആ സെർവന്റ് ആണെങ്കിൽ ദേഷ്യപ്പെടും, നീ ഇവർ പറയുന്നൊന്നും ശ്രദ്ധിക്കുന്നില്ലേ? ഇവര് ഹാഷിറാസ് ആണ്, ഇവർക്ക് കുറച്ചെങ്കിലും റെസ്പെക്ട് കൊടുത്തോടെ എന്ന് പറഞ്ഞ് ഹാഷിറാസ് ആരാണെന്നും എന്താണെന്നും അവൻ ഹീറോയ്ക്ക് പറഞ്ഞു കൊടുക്കും. ഹീറോയ്ക്ക് അവരെന്താണെന്നും ആരാണെന്നും മനസ്സിലാവും. ഹീറോ അവരോട് കെഞ്ചും, പ്ലീസ് എന്റെ അനുജത്തി നെസുക്കോ അവൾ എവിടെ? എന്റെ സിസ്റ്റർ മാത്രമല്ല, അവളുടെ കൂടെ 2 ഫ്രണ്ട്സിനെയും കാണാനില്ല. അവരെവിടെയെന്നൊക്കെ പറഞ്ഞ് അവൻ മുകളിലേക്ക് നോക്കുമ്പോഴായിരിക്കും മരത്തിന്റെ മുകളിൽ പാമ്പിനെയൊക്കെ കഴുത്തിൽ ചുറ്റി മറ്റൊരു ഹാഷിറെ. അവൻ ഹീറോയ്ക്ക് നേരെ വിരൽ ചൂണ്ടി പറയും, ആദ്യം ശിക്ഷ കൊടുക്കേണ്ടത് ഇവനല്ല, ആ ഗിയു ഹാഷിറയ്ക്കാണ്. അവനാണ് ഇവരെ ആവശ്യമില്ലാതെ പ്രൊട്ടക്ട് ചെയ്തത്. അത് കേട്ട് ഹീറോ ഒന്ന് ഗിയുവെ നോക്കും. അയ്യോ ഇല്ല ഇല്ല, ഗിയു യാതൊരു തെറ്റും ചെയ്തിട്ടില്ല. ഞങ്ങളോടൊരു അല്പം കരുണ കാണിച്ചു എന്നൊരു തെറ്റ് മാത്രമേ അദ്ദേഹം ചെയ്തിട്ടുള്ളൂ. അതിന്റെ പേരിൽ അദ്ദേഹത്തെ നിങ്ങൾ ശിക്ഷിക്കരുത്. അത് കേട്ട് ഇപ്പൊ ഷിനോബു ടെൻഷനാവും. ഗിയുവെ നമുക്ക് പിന്നെ ശിക്ഷിക്കാം, ആദ്യം ഇവന്റെ സ്റ്റോറി എന്താണെന്ന് കേൾക്കണമെന്ന് പറഞ്ഞ് ഹീറോയ്ക്ക് മെഡിസിൻ മിക്സ് ചെയ്ത ഒരു വെള്ളം കൊടുക്കുകയാണ്. അതിന് ഹീറോ പറയും, ആക്ച്വലി നെസുക്കോ അവൾ എൻ്റെ ഓൺ സിസ്റ്ററാണ്. 2 വർഷങ്ങൾക്ക് മുൻപാണ് അവള് ഒരു ഡീമണായി മാറിയത്. ഈ 2 വർഷത്തിനിടയിൽ അവൾ ഇതുവരെ ബ്ലഡ് കുടിച്ചിട്ടില്ല, അവൾ ആരെയും ഉപദ്രവിച്ചിട്ടുമില്ല. അവളെ ഞാൻ അങ്ങനെയാണ് പ്രൊട്ടക്ട് ചെയ്ത് കൊണ്ടു നടക്കുന്നത്. അതിനാ മരത്തിന് മുകളിലുള്ള ഹാഷിറെ ആള് പറയും, നീ പറയുന്നതൊക്കെ സത്യമായിരിക്കും, പക്ഷെ നിന്റെ സിസ്റ്ററിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് അവൾ ഇതുവരെ ബ്ലഡ് കുടിച്ചിട്ടില്ല എന്ന് മാത്രം നീ കള്ളം പറയാൻ പാടില്ല. ടാഞ്ചറോ ആണെങ്കിൽ തീർത്തു പറയും, പ്ലീസ് ദയവ് ചെയ്ത് ഞാൻ പറയുന്നത് വിശ്വസിക്ക്, അവൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല, അവൾ ആരെയും ഇന്ന് വരെ കൊന്നിട്ടില്ല. ഞാൻ അവളെ അത്ര കഷ്ടപ്പെട്ടാണ് ഇവിടം വരെ പ്രൊട്ടക്ട് ചെയ്ത് കൊണ്ടുവന്നത്. അവളെ തിരികെ പിടിക്കാനാണ് ഞാനൊരു ഡീമൺ സ്ലെയർ ആയതുപോലും. ഉടനെ ആ ചുന്ദരിപ്പെണ്ണ് ഹാഷിറയ്ക്കാണെങ്കിൽ ഹീറോയോട് ഒരല്പം അനുകമ്പ തോന്നും. അവള് പറയും, കാലം നമുക്കിവനൊന്നും ചെയ്യണ്ട, നമ്മുടെ മാസ്റ്റർ അദ്ദേഹം എത്തിയതിനു ശേഷം വിചാരണ നടത്തി ശിക്ഷ അത് നടപ്പിലാക്കാം. അപ്പോഴായിരിക്കും ഒരു വെള്ളത്തലയൻ ഹാഷിറ അവനിപ്പോ നമ്മുടെ നെസുക്കോയെ അടച്ചു വെച്ചിരിക്കുന്ന ആ ബോക്സുമായിട്ട് അവിടേക്ക് വരും. അതിനുള്ള ശിക്ഷ അത് ഞാൻ കൊടുക്കാം, ഇവന്റെ കാര്യത്തിലുള്ള തീരുമാനം ഞാൻ എടുക്കും. അവനത് പറഞ്ഞു തീർത്ത ഉടൻ തന്നെ സ്ക്വാഡ് എടുത്ത് ആ പെട്ടിയിലേക്ക് കുത്തി ഇറക്കുകയാണ്. ആഞ്ചറോയ്ക്കാണെങ്കിൽ അത് സഹിക്കാനായിട്ട് കഴിയില്ല. നോ എന്നലറി വിളിച്ച് അവൻ ഓടിപ്പോയി ആഞ്ചറയുടെ തല വെച്ച് അവന്റെ തലയ്ക്കൊരൊറ്റ ഇട്ടി. ചോര തുളുമ്പി ആ ഹാഷിറെ തെറിച്ചുപോയി വീഴാണ്. ആ ബോക്സും താഴേക്ക് വീഴും. ആഞ്ചറ അങ്ങനെ ഒരു മൂവ്മെന്റ് ചെയ്യുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല. എല്ലാ ഹാഷിറാസും ഷോക്കായിട്ട് നോക്കി നിൽക്കും. ചുന്ദരിപ്പെണ്ണ് ഹാഷിറ മാത്രം അതുകൊണ്ട് പൊട്ടിച്ചിരിക്കും. ടാഞ്ചറോ ആണെങ്കിൽ ഓടി വന്ന് ഇപ്പൊ ആ ബോക്സിന് മുൻപിൽ നിൽക്കും. നിങ്ങൾക്ക് എന്റെ അനുജത്തെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ആദ്യം നിങ്ങൾ എന്നെ കൊല്ലണം, അതിനുശേഷം മാത്രമേ അവളെ തൊടാൻ ഞാൻ അനുവദിക്കൂ. അതിനാ അടി കിട്ടിയ
വെള്ളത്തലൻ ഹാഷിറെ അവൻ ചാടി എഴുന്നേറ്റ് ഒരു സ്ക്വാഡ് എടുത്ത് ഹീറോയുടെ കഴുത്തിൽ വെക്കും. നിനക്കത്ര ധൈര്യം ഉണ്ടെങ്കിൽ എന്നെ നീ അറ്റാക്ക് ചെയ്യും. ഒരു ഡീമൺ സ്ലെയറിനെ മറ്റൊരു ഡീമൺ സ്ലെയർ അറ്റാക്ക് ചെയ്യാൻ പാടില്ല എന്നത് നിനക്കറിയില്ലേ? ഒരു ഡീമണ് വേണ്ടി നീ എന്നെ അറ്റാക്ക് ചെയ്തു അല്ലേ? ഇനി നീ ജീവിച്ചിരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് അവൻ ആ വാള് വീശും. അപ്പോഴേക്കും ഒരു പെൺകുട്ടി വിളിച്ചു പറയും, നിങ്ങൾ എല്ലാവരെയും നമ്മുടെ മാസ്റ്റർ അകത്തേക്ക് വിളിക്കുന്നു. എത്രയും വേഗം എല്ലാവരും മാസ്റ്ററിന്റെ അടുത്തേക്ക് പോകണം. അടുത്ത നിമിഷം രണ്ട് പെൺകുട്ടികൾ ആ മാസ്റ്ററുമായിട്ട് പുറത്തേക്ക് വരും. ആക്ച്വലി മാസ്റ്ററിന് കണ്ണ് കാണാൻ പറ്റില്ല. ഒരു ചിരിച്ച മുഖത്തോടു കൂടെ വളരെ പ്ലസന്റ് ആയിട്ട് വരുന്ന ആ മാസ്റ്ററിനെ കണ്ട് ഹീറോ വണ്ടറടിക്കും. വെള്ളത്തലേനാണെങ്കിൽ ഇപ്പൊ നമ്മുടെ ടാൻസറോടെ തല അത് നിലത്തിടിപ്പിക്കുകയാണ്. അപ്പോഴായിരിക്കും അവൻ പുറകിലേക്ക് തിരിഞ്ഞു നോക്കുക. എല്ലാ ഹാഷിറാസും അവരുടെ മാസ്റ്ററിനെ കണ്ട് ഇപ്പോ തല വണങ്ങി കുനിഞ്ഞു നിൽക്കുകയാണ്. വെള്ളത്തലേനാണെങ്കിൽ നിലവിളിച്ചു പറയും, മാസ്റ്റർ എത്രയും വേഗം ഇവനെയും ഇവന്റെ അനുജത്തെയും കൊല്ലണം. ഇവന്റെ അനുജത്തി ഒരു ഡീമനാണ്. ഇവൻ ഇത്രയും നാളും ഈ ഡീമനെ പ്രൊട്ടക്ട് ചെയ്യായിരുന്നു. അത് കേട്ട് മാസ്റ്റർ അവരെ നോക്കി ചിരിക്കും. മാസ്റ്റർ ശാന്തമായിട്ട് അവരോട് പറയും, ഞാനൊരു തീരുമാനം നിങ്ങളോട് പറയാൻ പോവാണ്. നിങ്ങൾക്ക് ആർക്കും അതൊരു പക്ഷേ ഇഷ്ടാവില്ല. എങ്കിലും എനിക്ക് ഈ തീരുമാനം പറഞ്ഞേ പറ്റൂന്ന് പറഞ്ഞ് ആള് പറയും, ടാൻജറോയെയും അവന്റെ സിസ്റ്ററിനെയും നമ്മൾ ആരും ഒന്നും ചെയ്യാൻ പോകുന്നില്ല. അവളെ നീരുപാധികം വിട്ടയക്കാനാണ് എന്റെ തീരുമാനം. അത് കേട്ട ആ ഹാഷിറാസ് ഒരു സെക്കൻഡ് അങ്ങനെ ഫ്രീസ് ആയി പോകും. ഒരു ഹാഷിറ ആണെങ്കിൽ വണ്ടടിച്ച്, മാസ്റ്റർ നിങ്ങൾ എന്തായി പറയണേ? ഇവൻ വലിയൊരു തെറ്റുകാരനാണ്. ഇവന്റെ അനുജത്തി ഒരു ഡീമനുമാണ്. മാസ്റ്റർ പറയുന്ന എല്ലാ കാര്യങ്ങളും അംഗീകരിക്കാനും സ്വീകരിക്കാനും ഞങ്ങൾ തയ്യാറാണ്. പക്ഷെ ഈ ഒരു കാര്യം മാത്രം ഞങ്ങളെ കൊണ്ട് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഒരു ഡീമനെ കൊണ്ടു നടക്കുന്ന ഡീമൺ സ്ലെയറിനെ ആക്സെപ്റ്റ് ചെയ്യാൻ ഞങ്ങളെ കൊണ്ടാവില്ല. അതിനാ മാസ്റ്റർ ആണെങ്കിൽ മുൻപുണ്ടായിരുന്ന ഒരു ഹാഷിറയുടെ ലെറ്റർ അതിപ്പോ അവർക്ക് മുൻപിൽ വായിച്ച് കേൾപ്പിക്കും. ടാൻജറോയും അവന്റെ സിസ്റ്റർ നെസുക്കോയും ബ്രദറും സിസ്റ്ററും ആണ്. അൺഫോർച്ചുനേറ്റ്ലി നെസുക്കോ അവളൊരു ഡീമണായി മാറി. 2 വർഷം അവളെ വളർത്തിയത് ഞാനാണ്. ഇതുവരെ എന്നെയോ വേറെ ആരെയെങ്കിലോ അവളൊന്നും ചെയ്തിട്ടില്ല. സോ ദയവ് ചെയ്ത് അവരെ നിങ്ങൾ ഉപദ്രവിക്കാനായിട്ട് പാടില്ല. ആക്ച്വലി ലെറ്റർ എഴുതിയത് നമ്മുടെ ഹീറോയുടെ മാസ്റ്ററാണ്. ആ ലെറ്റർ വായിച്ചതിന് ശേഷം മാസ്റ്റർ പറയും, നിങ്ങൾ കൊല്ലണമെന്ന് പറയുന്ന ഈ ഒരു ടാൻജറോ അവൻ മാത്രമാണ് മൂസാനെ നേരിട്ട് കണ്ടത്. മാത്രമല്ല അവന്റെ സിസ്റ്റർ അവൾ ആരെ ഉപദ്രവിച്ചിട്ടില്ല എന്നുള്ളതിനും തെളിവുകളുണ്ട്. ആ ഹാഷിറാസ് ആണെങ്കിൽ ഇപ്പൊ അത് കേട്ട് ഷോക്കാവും. അതിനാൽ ലീഡർ പറയും, നെസുക്കോ ടാൻജറോടെ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ആ മൂസാനെ തകർക്കാൻ നമുക്ക് കഴിയൂ. അവർ രണ്ടുപേരും ഒരു നല്ല കോംബോ ആണ്. അത് കേട്ട വെള്ളത്തലേനാണെങ്കിൽ അവന്റെ കൈ മുറിച്ച് ആ ബ്ലഡ് ഇപ്പൊ ബോക്സിലൂടെ അകത്തേക്ക് ഇറക്കി വിടും. ഡീമൺ പുറത്തേക്ക് ഇറങ്ങി വാ, നീ ഒരു വൃത്തികെട്ട ഡീമണാണെന്ന് എല്ലാവരെയും തെളിയിച്ചു കൊടുക്ക്. അത് കേട്ട് കഴുത്തിൽ പാമ്പുള്ള ആ ഒരു ഹാസിറെ അവൻ പറയും, ഇപ്പോ വെയിലുണ്ട്, അതുകൊണ്ട് തന്നെ ഇപ്പൊ സൂര്യൻ ഉദിച്ചു നിൽക്കുന്നതുകൊണ്ട് തന്നെ ആ ഡീമൺ പുറത്തേക്ക് വരില്ല. നീ എത്രയൊക്കെ വിളിച്ചിട്ടും യാതൊരു യൂസും ഇല്ല. അവൻ ആ ബോക്സ് പിടിച്ചു വലിച്ച് ഒരു തണലത്തേക്ക് കൊണ്ടുവരും. അതിനുശേഷം അത് ഓപ്പൺ ചെയ്യാണ്. ആ ബോക്സ് തുറന്ന് അവന്റെ ബ്ലഡ് ഒഴുകുന്ന കൈ അത് ആ ഡീമന് നേരെ നീട്ടി അവളോട് അത് കുടിക്കാനായിട്ട് പറയും. അപ്പൊ അവിടുന്ന് അങ്ങനെ സൂം ചെയ്ത് നെസുക്കോയെ കാണിക്കും. അവള് വായിൽ വെള്ളം ഊറി ആ ബ്ലഡിലേക്ക് തന്നെ നോക്കുകയാണ്. അവളെ കൊണ്ട് പറ്റും പോലെ അവളെ തന്നെ കൺട്രോൾ ചെയ്യുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.